പരിഗണന എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വാലിഡേഷൻ. അല്ല, ഈ കല്യാണം കഴിഞ്ഞ ആണുങ്ങളെ കുറിച്ച് സാധാരണ പെണ്ണുങ്ങൾ പറയുന്നൊരു പ്രധാന പരാതി എന്താണെന്നറിയോ? അതായത് ഒരു വാലിഡേഷനും തരൂല എന്നാണ്. ഒരു വാലിഡേഷൻ തരൂല. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിഗണന, ഒരു പ്രധാനപ്പെട്ട ഒരു പരിഗണന. അതായത് എന്തെങ്ങനെ വിശദീകരിക്കുക? ഒരു ഭാര്യ ഇപ്പോൾ നമ്മൾ ഒരു റൂമിൽ ചെന്ന സമയത്ത്, അതായത് പെണ്ണ് കാണാൻ വേണ്ടി ചെന്നു. ഈ കല്യാണം കഴിച്ചവരൊക്കെ പെണ്ണ് കാണാൻ പോകാറില്ല ഈ നാട്ടിലൊക്കെ. അങ്ങനെ തന്നെ അല്ലേ ഇവിടെ? പെണ്ണ് ഒരു റൂമിൽ പോയിട്ട് ഇങ്ങനെ ചിരിക്കും, അപ്പോൾ പെണ്ണ് ചിരിക്കും, അങ്ങനെ. അല്ല, അത് സത്യമാണ്. എന്താ പറയുക, സ്ത്രീകളെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുകയും, ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ചിരിച്ചില്ലേ അല്ലേ? ആ ചിരി എന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ കല്യാണം കഴിച്ചത്. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, സാറേ ഞങ്ങളും അതേപോലെ വിചാരിച്ചിരുന്നു. ആണുങ്ങളിങ്ങനെ വന്നിട്ട് എത്ര ശാന്ത സുന്ദരമായ ചിരി, എത്ര സോഫ്റ്റായ, എന്താ പേര്, സോഫ്റ്റായ പെരുമാറ്റം, ഇതെല്ലാം കണ്ട് ഇത് കാലാകാലം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പെണ്ണുങ്ങളും കൂടെ ഇറങ്ങി വന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഉലായിക കൽ അൻആം ആയി മാറുമെന്ന്. അൻആം എന്ന് പറഞ്ഞാൽ ബൽഹും, അതെല്ലാം ശരിക്കും പറഞ്ഞാൽ, മനസ്സിലായില്ലേ? അനാമറ മൃഗങ്ങൾ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സൗണ്ടുകളുടെ ഓരോ സൗണ്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഞാൻ സാധാരണ ഇവിടെ ചെയ്യുന്നില്ല. സാധാരണ കപ്പിൾസ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു പണി ചെയ്യാറുണ്ട്. എല്ലാവരോടും കണ്ണടക്കാൻ പറയും. കപ്പിൾസ് മാത്രമുള്ള വയനാട്ടിലോ അല്ലെങ്കിൽ മൂന്നാറിലോ റിസോർട്ടിൽ നമ്മൾ ചെയ്യാറുണ്ട്. ആണും പെണ്ണും മാത്രം, കപ്പിൾസിനെ മാത്രം എഴുതിയിട്ട് ആ സമയത്ത് നമ്മൾ ചെയ്യും. 2 ആളോട് കണ്ണടക്കാൻ പറയും. എന്നിട്ട് ഞാൻ പറയും, ഇനി ഒരു ജന്മം ഈ ഭൂമിയിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ, ഇതേ ഭാര്യ മതി, ഇതേ ഭർത്താവ് മതി എന്ന് അത്ര ആഗ്രഹമുള്ള, ആ ആത്മാർത്ഥമായ താല്പര്യമുള്ള ആൾക്കാർ കൈ പൊക്കാൻ പറയും. മിക്കവാറും കൈകളൊന്നും പൊങ്ങാറില്ല. ചില ആൾക്കാർ ഇങ്ങനെ കൈ അറിയാതെ പൊക്കി പോണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ തമാശക്ക് ചോദിക്കും, നിങ്ങളെ കല്യാണം ഉണ്ടാക്കിയ ഒരാളില്ലേ, അയാളെ കണ്ടാൽ നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നുക? എടാ ദുഷ്ട, എടാ കാലമാടാ, നീ ഒറ്റെടുത്തൊരാളാ ഇതിനെല്ലാം കാരണം. അയാൾ പാവം, അയാളൊരു ബന്ധം കാണിച്ചു തന്നിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം തീരുമാനമാക്കിയതൊക്കെ നമ്മളാ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നമാണെന്നല്ല ഈ പറയുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുടുംബജീവിതം ആനന്ദകരമാകും. ഇവിടെ ഒരു കാര്യം ബേസിക്കലി മനസ്സിലാക്കണം, നമ്മളാരും പൂർണ്ണരല്ല. ആണോ? പൂർണ്ണരായവരുണ്ടെന്ന് കൈപൊക്കിയേ. പൂർണ്ണരായി ലോകത്ത് പൂർണ്ണരായ ആൾക്കാരുണ്ടോ? ഈ ലോകത്ത് പൂർണ്ണരായ ഒരൊറ്റ ആളേ ഉള്ളൂ. അത് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻസാനുൻ കാമിൽ, ദ പെർഫെക്റ്റ് പേഴ്സൺ, അത് റസൂലുള്ള മാത്രമേ ഉള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റ് അമ്പിയാക്കളെ പോലെ അവിടെ എത്തൂല. അത് വേറെ ലോക. റസൂലുള്ളാഹിൻ്റെ അല്ല. അത് കമാലിയത്തുള്ള ഒരു അബ്ദ് ഉണ്ടെങ്കിൽ അത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് വേറെ ഒരാളെത്തൂല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ, എനിക്ക് എൻ്റെതായ ന്യൂനതകൾ ഉണ്ടാവില്ലേ? എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യയുടേതായ ന്യൂനതകൾ ഉണ്ടാവില്ലേ? നമ്മൾ ഈ ന്യൂനതകളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാവുക.